ഹാപ്പിനെസ് ഈസ് മസിൽസ്. ഇന്ന് വാപ്പി നമുക്ക് പെട്ടെന്ന് ചെയ്യണം. ലേറ്റ് ആയി, ക്ലോസിംഗ് ടൈം 45 minutes അത്രയും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. സോ ഇന്ന് പെട്ടെന്ന് കൊണ്ട് നിർത്തണം. അപ്പൊ നാളെ തൊട്ട് ഫുൾ ഡേ ഒരു വ്ളോഗ് ചെയ്താലാണ്, വർക്കൗട്ട് വ്ളോഗ് മാത്രമല്ലാതെ പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും വേണ്ടി ഫുള്ളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ എന്താണ് എന്നുള്ളൊരു ആലോചനയിലുണ്ട്. അപ്പം അതും ഒന്ന് തീരുമാനമായി കഴിഞ്ഞാൽ വീട്ടിൽ പോയി മോളി. അപ്പൊ തുടങ്ങാൻ സമയമില്ല. പ്രിൻസ് ട്രാൻസ്ഫോർമേഷന് മുങ്ങിയോട്ട് പ്രിൻസ് ശിഷ്യനെ ഇറങ്ങി കളിക്കുകയാണ്. ഇത് പ്രിൻസിന്റെ ശിഷ്യനാണ് നമുക്കുള്ളത്. താങ്ക് യു. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും വിഷമിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഓടാം. പ്രീ വർക്കൗട്ട് മീലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിന്നിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സംഭവം. പക്ഷേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില മൈൻഡ് കിട്ടും, മൂഡ് പോകും. ജിമ്മിൽ വരെ ഇന്ന് പണിയെടുക്കുന്ന ഇത്രയും അനുമാനത്തിലുള്ള പിള്ളേരാണ് നമ്മുടെ ടീമിലുള്ളത്. തിരിച്ചു കളിക്കടാ. വർക്കൗട്ടൊന്നും ചെയ്യത്തില്ല, പണിയൊക്കെ ചെയ്യും. ഓഫീസിലേക്ക് പണി ചെയ്യത്തില്ല, ജിമ്മിൽ വന്ന് പണി ചെയ്യും. പിന്നെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇവനാണ്. നാളെ കള്ളനെ വിളിക്കരുത്, ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യാത്ത ഇവന്. സമയമില്ലാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റെസ്റ്റ് മാത്രമല്ലേ പറയാൻ പറ്റും. നമ്മുടെ സമയമില്ല. ഇതിനാ പറയുന്ന മര്യാദയ്ക്ക് കറക്റ്റ് സമയത്തൊന്നും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ പണിഷ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാൻ എളുപ്പമാണ്, എന്നാലും പണിഷ് ചെയ്യണം. ഡെഡിക്കേഷൻ വേണം. ഇതാണ് പറഞ്ഞു തന്നത്. അല്ല വെറുതെ വീട്ടിൽ ഇരുന്നാലും വർക്കൗട്ട് ചെയ്യാതിരിക്കണം എന്നില്ല. കോച്ച് എന്നോട് വന്നിട്ട് മറ്റേ നീ ചെയ്തു തുടങ്ങിയിട്ട് കാലറി ഡെഫിസിറ്റ് വെയിറ്റ് കുറഞ്ഞതിന് വരെ എന്നിട്ടാ 6-7 കിലോ കൂടി 2 ആഴ്ച ഉള്ളു. വന്നിട്ട് അതെങ്ങനെ കൂടി? നമ്മൾ കുറച്ച് അൽഫാം കഴിക്കും, ഇടയ്ക്കറച്ച് മന്തി കഴിക്കും. അത് ഇച്ചിരി റൈസേ കഴിക്കത്തുള്ളൂ. മന്തിയിലൊക്കെ ഞാൻ ഒരു 150 gram റൈസൊക്കെ എടുക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഗേൾഫ്രണ്ട് വന്നപ്പോൾ മറ്റേ സീരിയസ് കൈയൊക്കെ കണ്ടേ ഇതെന്തുവാ? ട്രാൻസ്ഫോർമേഷൻ മുന്നേ കണ്ടതാ. കഴിഞ്ഞ ദിവസം ഇഞ്ചുറിയൊക്കെ വന്നിട്ട് മുടങ്ങിയപ്പോഴത്തേക്ക് ഈ ബിസിനസിന്റെ ഇടയ്ക്കൊക്കെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുമോ, ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ ഈഗോ അവള് ഹേർട്ട് ചെയ്തു. കാണിച്ചു കൊടുത്തില്ലേ? ഇല്ല, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ തന്നെ പിന്നെ ഓണല്ലേ. ഞാനൊരു കഥയുണ്ട്. മറ്റേ എൻ്റെ വേറൊരു ഗേൾഫ്രണ്ട്. അപ്പോൾ അവരോട് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ഞാൻ വിളിച്ചു, ഭയങ്കര തിരക്കാ. അപ്പൊ ഓരോ പണിയോടൊത്ത് പണിയും കിട്ടിക്കൊണ്ടിരിക്കുക. ദയവായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് എവിടാ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്, ഇവിടെ സമയമില്ല, പിന്നെ വിളിക്കാം. എന്നിട്ട് ക്യാബൊക്കെ വിളിച്ചു വന്നു കാണാൻ. മറ്റേ പ്രശ്നങ്ങൾ കാരണം ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പൊ ക്യാബ് വിളിച്ചിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കാം. എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ ജിമ്മിലുണ്ട്. ഞാൻ വിചാരിച്ച് മറ്റേ പണിയൊക്കെ ഇട്ട് വിഷമിച്ച് അവിടെ കിടക്കുമായിരിക്കും എന്ന് വെച്ചാൽ വന്നത്. ഞാൻ പറഞ്ഞ വിഷമം തീർക്കുന്നത് ഞാനിങ്ങനെ വർക്കൗട്ട് ജിം. എന്നിട്ട് അതിനവിടെ നിന്ന് കരച്ചു. ഞാൻ എവിടെ നിന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ണീരൊപ്പുന്നതും എല്ലാം ജിമ്മാണല്ലോ. പ്രശ്നം വന്നാലും ഇരുന്നാലും വെയിറ്റ് ഇടുക, അടിക്കുക.
മറ്റേ ഈ ടീഷർട്ടൊക്കെ ഇട്ട ലൂസാവുന്നത് ഈ എന്ത് വിഷമമാണ്. ഇപ്പോഴാണ് ഞാനായത്. ഹാപ്പിനെസ് ഈസ് മണി എന്നുള്ളതിനേക്കാൾ ഹാപ്പിനെസ് ഈസ് മണി. കോണ്ടന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസ് ആയി, ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസ് കോണ്ടന്റ്സ്. ടിപ്പ് ഓഫ് ദി ഡേ. വെള്ളം കുടിക്കുക. നേരത്തെ കുടിക്കാൻ പറ്റില്ല. ഞാൻ വർക്കൗട്ട് സമയത്ത് എന്തായാലും 2 ലിറ്റർ വെള്ളം എടുക്കും. ഈ HR-നോട് ജിമ്മിൽ വരുമ്പോൾ എത്ര വട്ടം വർക്കൗട്ട് ചെയ്യുമ്പോൾ ശല്യം ചെയ്തെന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യും. വിളിക്കുമല്ലേ മെസ്സേജ്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ജിമ്മിൽ വരുന്ന സമയം മണത്തറിയുമോ എന്തോ. മൈ ഗോഡ്. ഇത്ര വരുന്നുള്ളൂ കണ്ടോ. ബൈസെപ്സ് പമ്പിന് സ്പെഷ്യൽ വർക്കൗട്ട്, ഇംഗ്ലണ്ട് ഡംബൽ കർൾ, ട്രിപ്പിൾ ഡ്രോപ്പ് സെറ്റ്, സൂപ്പർ സെറ്റ് വിത്ത് ഹാമർ കർൾ, ട്രിപ്പിൾ ഡ്രോപ്പ് സെറ്റ്. ഈ സെറ്റ് കഴിയുമ്പോൾ കൈ അടുക്കരുത്. കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല.